മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കൗടില്യൻ എഴുതിയ അർത്ഥശാസ്ത്രം എന്നൊരു ഗ്രന്ഥമുണ്ട്. കൗടില്യം എന്നും പറയും, കൗടില്യ അർത്ഥശാസ്ത്രം എന്നും അതിനെ പറയും. ശരിക്ക് അർത്ഥശാസ്ത്രം എക്കണോമിക്സാണ്. ഒരു രാജ്യത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട അത്യഗാധമായിട്ടുള്ള കാര്യങ്ങൾ വിക്രമാദിത്യൻ രാജാവാക്കി മാറ്റിയ കൗടില്യൻ ചാണക്യൻ BC 330 അലക്സാണ്ടർ ഭാരതത്തിലേക്ക് അടിച്ചു കയറുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചാണക്യൻ എഴുതിയ ഗ്രന്ഥമാണ്. അങ്ങനെ 18 അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ശുക്രനീതിസാരം തുടങ്ങിയവയും ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും സത്തെടുത്ത് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏത് ദേശത്തിനും ഏത് കാലത്തിനും അനുയോജ്യമാം വിധത്തിലാണ് ഈ അർത്ഥശാസ്ത്രം എഴുതിയിരിക്കുന്നത്. അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് പറയാറുണ്ട്, അതിലെ ഒരു വാക്കും വെറുതെ ഉപയോഗിച്ചിട്ടില്ല, ഒരു വരിയും കളയാനും സാധിക്കില്ല. അത്ര ഗംഭീരമായിട്ടാണ് അർത്ഥശാസ്ത്രം എഴുതിയിരിക്കുന്നത്. ആ അർത്ഥശാസ്ത്രം എഴുതിയിട്ട് നോക്കാം, BC 330 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2050 വർഷമാവാറായി. ആ ഗ്രന്ഥത്തിനെ കുറിച്ച് ബോംബെയിൽ ഒരു 3-4 വർഷം മുമ്പ് ഒരു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇന്റർനാഷണൽ സെമിനാർ നടത്തി അർത്ഥശാസ്ത്രത്തെക്കുറിച്ച്. അദ്ദേഹം ഒരു 10-200 പേരെ പ്രതീക്ഷിച്ചു. അത് റെസ്പോൺസ് നല്ലതായപ്പോൾ അദ്ദേഹം ബോംബെ താജ് ഹോട്ടലിൽ നടത്താൻ തീരുമാനിച്ചു. ഭയങ്കര കോസ്റ്റ്ലിയാണ്, നിങ്ങൾക്കറിയാമല്ലോ. 3-4 ദിവസത്തെ സെമിനാറാണത്. വളരെ ദീർഘിപ്പിച്ച് പറയേണ്ട കാര്യമില്ല. 10-200 പേരെ പ്രതീക്ഷിച്ച ആ സമ്മേളനത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2000-2500 പേര് വന്നു. അതിൽ 10,500-ൽ പരം പേര് വന്നത് വിദേശികൾ. അദ്ദേഹം ഒരിക്കലും ഇത്രയും ഒരു റെസ്പോൺസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതിഗംഭീരമായിട്ട് ചാണക്യന്റെ അർത്ഥശാസ്ത്രം വിശകലനം ചെയ്യപ്പെട്ടു. അതിലെ പല പോയിന്റുകളും പല ഭരണാധികാരികളും അത് പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു. ലോക ജനതയ്ക്ക് ഭരണത്തിൻ്റെ കാര്യത്തിൽ പൊളിറ്റിക്സ്, ബ്യൂറോക്രസി, അതേപോലെ തന്നെ ഡെമോക്രസി പ്ലസ് എക്സിക്യൂട്ടീവ്, ലീഗൽ സിസ്റ്റം, കൊമേഴ്ഷ്യൽ സിസ്റ്റം, എല്ലാ കാര്യത്തെക്കുറിച്ചും ചർച്ച നടന്നു. ആ ചർച്ചയിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞത് ഒത്തിരി പേര് പ്രയോജനപ്പെട്ടു എന്ന് പറയുകയുണ്ടായി. ജാം പാക്ക്ഡ് ആയിരുന്നു എല്ലാ ദിവസത്തെയും നറേഷൻസ്. ആ രാധാകൃഷ്ണൻ എന്നൊരു വ്യക്തി എന്താ ചെയ്തത് അറിയോ? അർത്ഥശാസ്ത്രം എന്നറിയപ്പെടാതെ കിടക്കുന്ന ഒരു ഗ്രന്ഥം ഒരു വശത്ത്, ഇതുമായിട്ട് താല്പര്യമുണ്ടാവാൻ സാധ്യതയുള്ള 10,000-കണക്കിന് വ്യക്തികളും മറ്റൊരു സൈഡിൽ. ഇവരെ തമ്മിൽ രാധാകൃഷ്ണൻ എന്ന വ്യക്തി കണക്ട് ചെയ്തു. അത്രേ ചെയ്തുള്ളൂ. പക്ഷെ ആ കണക്ഷനാണ് ഏറ്റവും ഉജ്ജ്വലമായിട്ട് വേണ്ടത്. 1000 കിലോമീറ്റർ റോഡ് ഇപ്പുറത്തും 5000 കിലോമീറ്ററോ 1000 കിലോമീറ്ററോ 500 കിലോമീറ്റർ റോഡ് ഇപ്പുറത്തുമുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് 1 മീറ്റർ വീതിയുള്ള അല്ലെങ്കിൽ നീളമുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ബ്രിഡ്ജ് അവിടെ ഇല്ലെങ്കിൽ ഇതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരു വണ്ടി, ഒരു സൈക്കിൾ പോലും ഇങ്ങോട്ട് പോവില്ല. ഈ 1 മീറ്റർ നീളമുള്ള ബ്രിഡ്ജ് ഇല്ലായിരുന്നു എങ്കിൽ ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും ഇങ്ങോട്ട് പോവില്ല. ഞാൻ അർത്ഥശാസ്ത്രം പറയാൻ വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞത്. പക്ഷെ അർത്ഥശാസ്ത്രത്തിലൂടെ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്, രാധാകൃഷ്ണൻ എന്ന വ്യക്തി, അത് തന്നെ അദ്ദേഹത്തിൻ്റെ പേര്, ആ വ്യക്തി ചെയ്തതുപോലെ, ഇപ്പോഴല്ല കുറെ കാലം മുമ്പ് ചെയ്തതുപോലെ, നിങ്ങളും അറിവിനെയും അറിവുള്ളവരെയും അറിയാൻ ആഗ്രഹിക്കുന്നവരുമായിട്ട് കണക്ട് ചെയ്യണം. സാധിക്കുന്നവരെല്ലാം കണക്ട് ചെയ്യണം. അത് നേരിട്ട് വിളിച്ചു വരുത്തി ക്ഷണിച്ച് പ്രസംഗിപ്പിക്കണമെന്ന് ഞാൻ പറയണില്ല, കോസ്റ്റ്ലിയാ. അല്ലാതെ സാധിക്കുമല്ലോ. ധാരാളം CD-കളും പെൻഡ്രൈവുകളും
ഫേസ്ബുക്കിലെ മെസ്സേജുകളും യൂട്യൂബുകളൊക്കെ സാധിക്കുമല്ലോ. അറിവുള്ളവര്, അറിവ് അതിനെ ഇപ്പുറത്ത് അറിയാൻ ആഗ്രഹിക്കുന്നവര്, അവരോട് കണക്ട് ചെയ്യണം. താല്പര്യമുള്ള 50 പേരെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിക്കരുത്. താല്പര്യമില്ലാത്ത 1000 പേരെയാണ് ഞാൻ ക്ഷണിച്ചത്, അതാണ് പറയേണ്ടത്. താല്പര്യമുള്ള 50 പേര് എവിടെയെങ്കിലും ചെന്ന് പഠിക്കും. താല്പര്യമില്ലാത്ത 1000 പേരിൽ താല്പര്യമുണ്ടാക്കലായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഒരു സമ്മേളനം നടത്തുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം ഞങ്ങൾ 5-6 പേര് അതിൻ്റെ ചെലവ് വഹിക്കാം, ബാക്കിയുള്ളവരുടെ അടുത്ത് സംഭാവന മേടിക്കണ്ടെന്ന് തീരുമാനിച്ചു. തെറ്റ്. നിങ്ങൾ 5-6 പേര് എന്തിനാ ഇതിൻ്റെ ചെലവ് വഹിക്കുന്നേ? നിങ്ങൾക്ക് തലവിധിയുണ്ടോ അങ്ങനെ വഹിച്ചോളാമെന്ന് പറഞ്ഞ്? ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നവരിൽ നിന്നെല്ലാം നിങ്ങൾ എന്തെങ്കിലും വിധത്തിലുള്ള കോൺട്രിബ്യൂഷൻ വാങ്ങിക്കണം. 1 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും 1000 രൂപയാണെങ്കിലും വാങ്ങിക്കണം. എന്താ കാരണം അറിയോ? അവരുടെയും ഉത്തരവാദിത്വമാണിത്. കയ്യിൽ നിന്ന് കണ്ടമാനം പൈസ പോയി കഴിഞ്ഞാൽ ആദ്യകാല പ്രവർത്തകരെല്ലാം വീട്ടിലേക്ക് മടങ്ങും, ഇനിയും എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകുമെന്ന് പറഞ്ഞ പ്രായോഗികമായ രീതിയിൽ അറിവിനെയും അറിവുള്ളവരെയും അറിവില്ലാത്തവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും പരിചയപ്പെടുത്താൻ ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, താല്പര്യമുള്ള 50 പേരെ അല്ല വരുത്തേണ്ടത്, താല്പര്യമില്ലാത്ത ആയിരക്കണക്കിന് ആൾക്കാർ. മാൻ മേക്കിംഗ് അല്ല വേണ്ടത്, മെൻ മേക്കിംഗ് ആ വേണ്ടത്. MAN അല്ല MEN ആണ് വേണ്ടത്. ഞങ്ങൾ അതിൻ്റെ ചെലവ് വഹിച്ചോളാം എന്ന് പറഞ്ഞ് സംഘടിപ്പിക്കുന്ന 2-3 പേരല്ല അതിൻ്റെ ചെലവെടുക്കേണ്ടത്. പങ്കെടുക്കുന്നവരെല്ലാവരെയും ചെലവ് വഹിക്കാനുള്ള അവസരം കൊടുക്കണം. അങ്ങനെയായിരിക്കണം ഒരു തപശ്ചര്യ നമ്മൾ ചെയ്യാം. ആ തപശ്ചര്യ രാധാകൃഷ്ണൻ ചെയ്തു. അതുകൊണ്ട് അർത്ഥശാസ്ത്രം ലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു, കുറേ പേർക്കെങ്കിലും. അതിനി നിരന്തരം തുടരണം. ഛന്ദശാസ്ത്രത്തെക്കുറിച്ചുള്ള ക്ലാസ്, നിരുക്തത്തെക്കുറിച്ചുള്ള ക്ലാസ്, ജ്യോതിഷത്തെക്കുറിച്ചുള്ള ക്ലാസ് സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി നടത്തണം. പുരാണത്തെക്കുറിച്ചുള്ള ക്ലാസ്. ഇത് വായിച്ചിട്ട് കുറേ പേർക്ക് വീട്ടിൽ ഇഷ്ടംമാതിരി ഭക്ഷണം കഴിക്കാനുള്ളവർക്ക് ചോറ് കൊടുക്കാനുള്ളതാക്കി മാറ്റരുത് പുരാണ പാരായണവും വായനയും. ഒരു പുതിയ വീക്ഷണം വരണം. ആ പുതിയ വീക്ഷണം ലോകം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രണാമം, നമസ്കാരം.